ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എന്തൊക്കെയുണ്ട് നിങ്ങളെല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കണം. ഞങ്ങളും സുഖമായിട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ തുടർന്നും നമ്മൾ വീഡിയോകൾക്ക് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം കൂടെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടു നോക്കുകയല്ലേ. അപ്പം നമ്മൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. നിങ്ങളെ കമൻറ്റൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ഇനിയും എന്താ പറയുക പിന്നെ വീഡിയോ എടുക്കാനും അതൊക്കെ ഒന്ന് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാനൊക്കെ നമുക്കൊരു ഉഷാറുണ്ടാവില്ലേ. അത് നിങ്ങളെ കമൻറ്റ് കാണുമ്പോൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇന്നത്തെ പരിപാടി അങ്ങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നീച്ച വാതിൽ തുറന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വാതിൽ തുറക്കണതിൻ്റെ ആ നേരെ മുന്നിൽ തന്നെ നമ്മളെ പറമ്പിൽ തന്നെയുള്ള വാഴ നട്ടിട്ടുണ്ട്. പിന്നെ നമ്മളെ താഴത്തെ വീട്ടിലത്തെ അവരെ തെങ്ങിൻ്റെയും വാഴേൻ്റെയും ഒക്കെ ഇടയിൽ കൂടെ ആ ഒരു സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നത് കാണാൻ നല്ല രസമാണ് കേട്ടോ. ചിലപ്പോൾ വീഡിയോയിൽ അത്ര ഇതിലിങ്ങനെ പിന്നെ ആ ഒരു ക്ലിയറിലോ അല്ലെങ്കിൽ ആ ഒരു ഭംഗിയിൽ നിങ്ങൾക്ക് കാണണം എന്നുണ്ടാവില്ല. പക്ഷേ എനിക്ക് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര എന്താ പറയുക നല്ല രസം നല്ലൊരു ഇഷ്ടം തോന്നലുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഓടിപ്പോയിട്ട് ഫോൺ എടുത്ത് കൊടുത്തിട്ട് അങ്ങനെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് എടുത്തത് കേട്ടോ. അപ്പോൾ ഇന്ന് അതൊക്കെ കാണിച്ചിട്ടാണ് നമ്മളെ വീഡിയോ വന്നിട്ടുള്ളത്. പ്രഭാതം പൊട്ടി വിടരുന്ന പോലെയൊക്കെ തോന്നൂലേ, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഇന്ന് പിന്നെ രാവിലെ മദർസിലേക്ക് ഒരുത്തനോട് മാറ്റാൻ പറഞ്ഞിട്ട് പോന് എൻ്റെ അടുത്ത് ഞാൻ ഉണ്ടാക്കണോ വന്ന് നോക്കി നിൽക്കുകയാണേ. ഞായറാഴ്ച ദിവസമാണ്. അപ്പോൾ ഇവർക്ക് ഞായറാഴ്ച 7 മണി മുതൽ ഒരു 10:30 ചിലപ്പോൾ 10:45 11 മണിയൊക്കെ ആവും ചിലപ്പോൾ മദർസ് വിടാൻ. സ്കൂളില്ലാത്ത ദിവസമല്ലേ മദർസിൽ കുറച്ചെങ്കിലൊക്കെ ഒന്ന് ക്ലാസ്സൊക്കെ എടുക്കാൻ കഴിയുള്ളൂ. മറ്റേത് പറഞ്ഞാൽ 6:30 മുതൽ 8 മണിയാകുമ്പോഴത്തേക്കും മദർസ് വിടുകയും ചെയ്യുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ശനിയാഴ്ച പിന്നെ സാധാരണ പോലെ തന്നെ വിടും കേട്ടോ. ചിലവർക്കൊക്കെ സ്പെഷ്യൽ ക്ലാസ്സും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് കൊണ്ട് ശനിയാഴ്ച സാധാരണ പോലെയായിരിക്കും. ഞായറാഴ്ച ഒരു ദിവസം മാത്രം കുറച്ച് കൂടുതൽ സമയം മദ്രസ ഉണ്ടാവലുണ്ട്. അപ്പോൾ ഇന്ന് അങ്ങനെയുള്ള സമയത്ത് ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ മക്കൾക്ക് ഫുഡ് കഴിക്കാൻ ഉള്ള ഒരു സമയം ഉണ്ടാവലുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ചോറ് തൂമിക്കുകയാണ്. നമ്മൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ ചോറ് നമ്മളെ സാധാരണ വെറും ചോറില്ലേ, ആ വെറും ചോറ് അങ്ങനെ തൂമിക്കലുണ്ട് കേട്ടോ. പിന്നെ സാധാരണ ഇങ്ങനെ പറയുക പ്രസവിച്ചെടുക്കണൊക്കെ ആ ഒരു സമയത്താണ് ഉള്ളിച്ചോറ് ആക്കുമെന്ന് പറയില്ലേ, അങ്ങനത്തെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. ചിലപ്പോൾ കടിയൊക്കെ ഉണ്ടാക്കാൻ ചിലപ്പോൾ കടി ഉണ്ടാക്കാത്ത ദിവസം ചിലപ്പോൾ ഒരുപാട് ചോറൊക്കെ ബാക്കിയാവുകയെ അങ്ങനെയൊക്കെ ഉള്ള ദിവസമൊക്കെ പിറ്റേന്ന് രാവിലെ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴൊക്കെ അങ്ങനെ ചോറ് തൂമിക്കലുണ്ട്. അപ്പോൾ നാഫിക്ക് ഇന്ന് ചോറ് തൂമിച്ചത് മതി കൊണ്ടുപോവാനേന്ന് പറഞ്ഞു. നിച്ചുമോൾ പിന്നെ കൊണ്ടുപോവലില്ല. അവൾക്ക് പിന്നെ ഞാൻ വേഗം ഇവിടെ നിന്ന് ആക്കിയിട്ട് ഓൾ ഇവിടെ നിന്ന് തന്നെ കഴിച്ചിട്ട് പോകലാണ് കേട്ടോ. അപ്പോൾ ചോറ് എന്താ പറയുക വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒന്ന് ആ എണ്ണയിൽ മൂപ്പിക്കും. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കും, ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കും. ഇന്ന് പിന്നെ ഞാൻ മുട്ട പൊട്ടിച്ചിട്ട് അതിലൊന്ന് ഇങ്ങനെ ചിക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ചോറ് തൂമിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഇവർക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണ് ഇവർക്ക്. അപ്പോൾ നിച്ചുവിനുള്ളത് ഒരു പാത്രത്തിൽ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഓള് ഇവിടുന്ന് ഒരു പിടി കഴിച്ചിട്ട് അങ്ങോട്ട് പോവാ പറഞ്ഞേ. നാഫി പിന്നെ രാവിലെ പോകുമ്പോൾ കഴിക്കൂല കേട്ടോ. വെറുതെ ഒരു അര ഗ്ലാസ് കട്ടൻ ചായ മാത്രം കുടിച്ചാലായി, അത്രയേ ഉള്ളൂ ഓൻ്റേത്. അപ്പോൾ ഓനിക്കുള്ളത് പാത്രത്തിലാക്കി കൊടുത്തേണ്. എന്നിട്ട് ഓരോ രണ്ടാളെയും പറഞ്ഞയച്ചേന് കേട്ടോ. ഞാൻ പറഞ്ഞില്ല ആ ഒരു ഇത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഒന്ന് കുട്ടികൾ പോകുമ്പോൾ വീണ്ടും ഒന്ന് പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമായിട്ട് തോന്നി. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടതാണ് കേട്ടോ. ഇനിയിപ്പോൾ അതുപോലത്തെ കാഴ്ചകളൊക്കെ ആർക്കും അങ്ങനെ ഇഷ്ടമില്ലായികയൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ. അപ്പം ഞാൻ തന്നെ മക്കളെ പറഞ്ഞയച്ച് ഞാനും ഒരു ഗ്ലാസ് കട്ടൻ ചായ ഒക്കെ കുടിച്ച് അങ്ങനെ കുറച്ച് നേരം ഒന്ന് നമ്മളെ ഫോണൊക്കെ നോക്കാനുണ്ടാവുമല്ലോ. എന്താ പറയുക അതിൻ്റെ തലേന്ന് ഇട്ടതോ അല്ല അതിൻ്റെ മുന്നേ ഇട്ടതൊക്കെ ആയിട്ടുള്ള വീഡിയോക്ക് എത്ര വ്യൂ വന്നേണ് നോക്കണം. അതുപോലെ ആരെങ്കിലും കമൻ്റൊക്കെ അയച്ചിട്ടുണ്ടെങ്കിൽ അതിന് റിപ്ലൈ അയക്കണം. അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടാവും. പിന്നെ കുറച്ച് നേരം ഒന്ന് വാട്സപ്പും അതും ഇതൊക്കെ ഒന്ന് നോക്കാനുണ്ടാവുമല്ലോ. പിന്നെ സമയം നോക്കാൻ ഫോൺ എടുത്താൽ സമയം പോകുന്നത് അറിയൂല പറയില്ലേ, അതുപോലെയാണ് കേട്ടോ. ഈ ഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ പറയേണ്ടിയല്ല നമ്മളെ നേരം പോകുന്നത്. പിന്നെ ഞാൻ വല്ലാതെ അങ്ങ് കളിച്ചൊന്നും ഇരിക്കലില്ല. കാരണം നമുക്ക് വീഡിയോയും കാര്യങ്ങളും എടുക്കണൊക്കെ ആ ഒരു ദിവസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തൊക്കെ തന്നെ പരിപാടികൾ തുടങ്ങുകയൊക്കെ വേണം. അതുകൊണ്ടാണ്.
അപ്പോൾ ഞാൻ ഇന്ന് നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത്. കുറേ ദിവസമായി നൂൽപുട്ടൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇന്നലെ നാഫി മോനിക്കൊരു പൂതി വന്നതാണ്, പത്തിരി നൂൽപുട്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്താ ഞാൻ ഇന്നലെ രാത്രി ഞാൻ ചോദിച്ചതേനു കേട്ടോ, നാളെ എന്താണ് കടി വേണ്ടേ, എന്താ അപ്പുവ വേണ്ടേന്ന് ചോദിച്ചപ്പോൾ പത്തിരി എന്നാണ് കേട്ടോ എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ പിന്നെ നൂൽപുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. പത്തിരി ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ ഇടയ്ക്കൊന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നൂൽപുട്ട് പിന്നെ കുറേ ആയി ഉണ്ടാക്കിയിട്ട്. അതാണെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഞാനിന്ന് നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള വെള്ളമൊക്കെ വെച്ച് ഒന്നൊക്കെ ചൂടായി നമ്മൾ സാധാരണ പത്തിരിക്ക് തിളച്ച വെള്ളത്തിലിട്ടിട്ട് വാട്ടി അങ്ങനെ എടുക്കൂലേ, ആ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ നൂൽപുട്ടിനും കുഞ്ഞിപ്പത്തിരിക്കൊക്കെ ഞാൻ അങ്ങനെ തന്നെയാണ് പൊടി വാട്ടിയെടുക്കൽ. ചില ആൾക്കാരൊക്കെ തിളച്ച വെള്ളം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കണ മാതിരി തിളച്ച വെള്ളം പൊടിയിലേക്ക് ഒഴിച്ചിട്ട് അങ്ങനെയും കുഴച്ചെടുക്കലുണ്ട്. നൂൽപുട്ടിനും കുഞ്ഞിപ്പത്തിരിയൊക്കെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും കുഴക്കാം, കുഴപ്പമൊന്നുമില്ല. പത്തിരിക്ക് പിന്നെ നമ്മൾ എന്തായാലും തിളച്ച ആ ഒരു വെള്ളത്തിൽ അല്ലാതെ തന്നെ വാട്ടി ഒക്കെ എടുക്കണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതാക്കെ ഒന്ന് കുഴച്ചൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ നല്ലോണം അതൊന്ന് ചെറിയൊരു ചൂടങ്ങോട്ട് മാറിയതിൻ്റെ ശേഷം നല്ലോണം ഒന്ന് കുഴച്ച് ഒക്കെ എടുത്ത് എണ്ണയൊക്കെ കൂട്ടി നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഇഡ്ഡലി തട്ടിൽ പിന്നെ വെള്ളം ഒന്ന് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായി വരുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നൂൽപുട്ട് ഇതാട്ടോ അതൊന്ന് പീച്ചെടുക്കുന്നുണ്ട്. ഇത് ഞാനിത് ബഡാ ബസാറിന്ന് വാങ്ങിയിട്ടുള്ളതേനു കേട്ടോ. 195 പണ്ടെങ്ങാനും വാങ്ങിയതേനു, കുറേ ആയി വാങ്ങിയിട്ട്. അപ്പം ഇതിൽ നമ്മൾ ആവിക്ക് വെക്കണ ആ ഒരു പാത്രമൊന്നും ഇല്ല കേട്ടോ, ഇതന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ തന്നെയാണ് കേട്ടോ ഞാൻ സാധാരണ ചുടൽ. അപ്പോൾ ഇന്നത്തെ മാവ് പിന്നെ ചെറിയൊരു എന്താ പറയുക, ഈ നൂൽപുട്ട് ചുടുമ്പോൾ ചിലപ്പോൾ ടൈറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇന്നെന്തോ വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ വെള്ളമൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കുഴച്ചതിൻ്റെ എന്തെങ്കിലും ഇതൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ ചിലപ്പോൾ ഇങ്ങനെ ഓരോ വട്ടം മറ്റേ നമ്മൾ അച്ചിലിടുമ്പോൾ വെള്ളം കൂട്ടിയിട്ട് അങ്ങനെ കുഴച്ചിട്ടൊക്കെ ഇതാക്കേണ്ടി വരും കേട്ടോ. പിന്നെ എന്താ പറയുക, അത് കുറേ വട്ടം വെക്കുമ്പോൾ ഇങ്ങനെ മാവിൻ്റെ അവിടെ ഇങ്ങനെ ഉണങ്ങി പോകുമല്ലോ, അതുകൊണ്ട് ചിലപ്പോൾ ഒന്ന് വെള്ളം കൂട്ടി അങ്ങനെ കുഴച്ചെടുക്കേണ്ടി വരും. അല്ലാതെ വേറെ കുഴപ്പമൊന്നും ഇല്ലേനു. അപ്പോൾ എന്തായാലും ഞാൻ ഫസ്റ്റത്തെ ചുട്ടിട്ട് ചുടാൻ വേണ്ടിയിട്ട് വെച്ചേണ്. നാസിമോൻ എണീച്ചിട്ടില്ല കേട്ടോ. എണീച്ചാൽ ഓനക്ക് നല്ല ഇഷ്ടപ്പെട്ട കടിയാണിത്. ഇതിപ്പോൾ നമ്മൾ രാവിലെ ഉണ്ടാക്കി പിറ്റത്തെ ദിവസമൊക്കെയാണല്ലോ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്, വോയിസൊക്കെ കൊടുക്കുന്നത്. എൻ്റെ കുട്ടി രാവിലെയും ഉച്ചക്കും വൈകുന്നേരം ഒക്കെ ഇത് നൂൽപുട്ടായിരുന്നു കേട്ടോ ചോദിച്ചുകൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നത്. ഓനക്ക് നല്ല ഇഷ്ടമാണ്. അത് കറിയൊന്നും കൂട്ടിയിട്ട് കഴിക്കൊന്നുമില്ല, പഞ്ചാരയാണ് വേണ്ടത്, പഞ്ചസാര ഇട്ടിട്ട് വേണമെന്ന് പറഞ്ഞിട്ടേ അതിലാണ് കേട്ടോ കഴിക്കുക. അപ്പോൾ ഇതാ എണീച്ചൊക്കെ വന്ന് ഞാൻ ഓനെ മെല്ലെ പലകേൻ്റെ മേലെ ഒന്ന് ഇവിടെ ഇരുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നൂൽപുട്ടിന് കാത്തിക്കുകയാണ് കേട്ടോ കുട്ടി. ആ ഇരുത്തൊക്കെ കണ്ടാൽ വിചാരിക്കും എന്താണ് ഓനിപ്പോൾ മല മറിച്ചിടുന്നേ. പക്ഷേ എന്താണാവോ കേട്ടോ, ഇന്ന് നൂൽപുട്ടായതുകൊണ്ട് തന്നെ പിന്നെ പള്ളർച്ച് ഓനെന്നെ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചക്ക് ചോറ് കഴിക്കാണ്ട് നൂൽപുട്ട് മതി എന്ന് പറഞ്ഞിട്ട് അതാണ് കേട്ടോ തിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവർക്ക് എല്ലാവർക്കും നാഫിക്കും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാനിത് കുറച്ച് നമുക്ക് സാധാരണ പാകത്തിനുള്ള പോലെയല്ല ഉണ്ടാക്കി, ഞാൻ കുറച്ചൊന്ന് കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടതല്ലേ, സ്കൂളൊന്നും ഇല്ലാതെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ, അപ്പോൾ ചിലപ്പോൾ ഇടക്കും നിലക്കൊക്കെ ആയിട്ട് അങ്ങനെ എടുത്ത് കഴിച്ചോട്ടെ, അല്ലെ ഇപ്പോൾ വൈകുന്നേരം വേണമെങ്കിൽ ചായക്ക് കൂട്ടാനോ അങ്ങനെയൊക്കെ കഴിച്ചോട്ടെ വിചാരിച്ചിട്ട് കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അതാ ഫസ്റ്റത്തത് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിൽ താഴെ വെച്ച ആ ഒരു ഇതിൽ അതിൻ്റെ ആ ഒരു മൊട്ട് വീണ് പോയി, എവിടെയോ നാശമായി വീണ് പോയിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഞാനത് കത്തിയും കൊണ്ടാണ് മെല്ലെ എടുക്കൽ. ചിലപ്പോൾ ഇനിയിപ്പോൾ അതെങ്ങാനും വീണിയുണ്ടെങ്കിൽ, നിലത്ത് വീണിയുണ്ടെങ്കിൽ ഒക്കെ ഇതായിപ്പോവും. എന്നാലും എന്താ പറയുക, ശ്രദ്ധിച്ചത് ശീലമായതുകൊണ്ട് അങ്ങനെ കുഴപ്പമില്ലാണ്ട് കിട്ടലുണ്ട്. അപ്പോൾ അത് ഫസ്റ്റ് ചുട്ട് എൻ്റെ കുട്ടിക്ക് ഉള്ളത് അവിടെ എടുത്ത് കൊടുത്തീനി, അതുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഒക്കെ ഒന്ന് ചുട്ടെടുക്കട്ടെ. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കടികളൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്താ വെച്ചാൽ, ഇത് വേവണ സമയത്ത് ഇത് ഉണ്ടാക്കി അത് അടുപ്പത്തൊക്കെ അങ്ങോട്ട് വെച്ചാലേ പിന്നെ അത് ആ ഒരു വേവണ സമയത്ത് നമുക്ക് അതിൻ്റെ ഇടയിലുള്ള ആ ഒരു സമയത്ത് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാൻ കുറച്ച് പച്ചക്കറീൻ്റെ ഉണ്ടായിരുന്നു, ഒരു സാമ്പാർ തട്ടിക്കൂട്ടി എടുക്കാനുള്ളൊരു വകുപ്പൊക്കെ ഉണ്ടായിന് കേട്ടോ. അപ്പോൾ രണ്ടാമത്തത് അവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ട് പിന്നെ അത് ആ ഒരു വേവണ സമയം കൊണ്ട് എന്താണ് സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ഒന്നാണ്ട് മുറിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ഉരുളക്കിഴങ്ങും ചെറിയൊരു കഷ്ണം മത്തനും വെള്ളരിയും അങ്ങനെ കുറച്ച് പരിപ്പ് ഇട്ട് ഒരു തക്കാളി ഉള്ളിയൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് വെച്ചാൽ ഇന്നത്തേക്കുള്ളൊരു കറി അങ്ങോട്ട് ആയിക്കോളുമല്ലോ.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് മുറിച്ച് വെക്കുന്നതാണ്. ഇനിയിപ്പോൾ വെറുതെ മറ്റേ കടി വേവണ വരെ അവിടെ വായി നോക്കി നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. ഞാനിങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ചെയ്യൽ. നമ്മൾ ഓരോ പണി എടുക്കുമ്പോഴും എന്തെങ്കിലും ഒരു ഗ്യാപ്പോ ഒരു സമയമൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ആ ഒരു ഇടയിൽ എന്തെങ്കിലും ചെയ്യാൻ പണികൾക്ക് പറ്റിയ എന്തെങ്കിലും പണികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ ചെയ്ത് ഒക്കെ തീർത്ത് വെക്കലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ എന്താ പറയുക, ചായയും കടി ആവണേൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളെ ചോറിൻ്റെ കറീൻ്റെ പരിപാടികളൊക്കെ അങ്ങോട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിലേ അതും അങ്ങോട്ട് കഴിഞ്ഞോളൂ. അപ്പം നമുക്ക് ഉച്ച കഴിഞ്ഞാൽ ഞമ്മക്കും ഒന്ന് ഫ്രീ ആയി വെറുതെ ഇരിക്കുകയൊക്കെ ചെയ്യാമല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ കുറച്ച് പരിപ്പ് എല്ലാം ഒരുമിച്ച് തന്നെയാണ് ഇട്ടത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒക്കെ ചേർത്ത് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നവിടെ വേവിക്കാൻ വെച്ചാൽ 2 വിസിൽ വന്ന് അതവിടെ ഓഫാക്കി വെച്ചാൽ പിന്നെ അതൊന്ന് പൊടിയിട്ട് വറവിടണം എന്നാണ് വിചാരിക്കുന്നത്. തേങ്ങ അരക്കണമൊന്നുമില്ല കേട്ടോ. സാധാരണ നമ്മൾ പൊടിയിട്ട് വറവിടൂലേ, അങ്ങനെ ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ആക്കി വെച്ചാൽ നമ്മൾ കറിയും റെഡി ആയിക്കോളും. നൂൽപുട്ടിന് പിന്നെ വേറെ കറിയൊന്നും ഉണ്ടാക്കേണ്ടതില്ല. ഇന്നലെ രാത്രി ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ചിക്കൻ കറി തന്നെ ഉണ്ട് കേട്ടോ നൂൽപുട്ടിന്. ആ ചിക്കൻ കറി ഉള്ളപ്പോഴാണ് ഞാൻ നൂൽപുട്ടും പത്തിരിയും അങ്ങനത്തേലൊക്കെ അങ്ങോട്ട് പോവൽ കേട്ടോ. നല്ല ചേരുമല്ലോ. കുട്ടികൾ പറയണ പോലെ ഈ കടിക്ക് ആ കറി ചേരുമോ എന്നൊക്കെ പറയും ഇവർ. അപ്പോൾ ചിക്കൻ കറി നൂൽപുട്ടും പത്തിരിയും ഒക്കെ നല്ല കോമ്പിനേഷൻ ആണല്ലോ. അപ്പോൾ അതൊന്ന് അടുപ്പത്തേക്ക് വേവാൻ വേണ്ടി വെച്ചിക്കണ്. അപ്പോൾ അത് വെച്ച ആ ഒരു അപ്പത്തേക്കൊക്കെ തന്നെ നമ്മളെ രണ്ടാമത്തെ നൂൽപുട്ടും വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഞാനൊന്ന് വേഗം ചുട്ട് അങ്ങോട്ട് എടുക്കട്ടെ കേട്ടോ. ഇത് കത്തിയും കൊണ്ട് എടുക്കുന്ന കാണുമ്പോഴേ പിന്നെ കുട്ടികൾ തന്നെ ചോദിക്കും, ഇതിപ്പോൾ ഉമ്മച്ചി അതിലെങ്ങാനും വീണ് പോയിട്ടുണ്ടെങ്കിൽ ഉള്ളത് മൊത്തം ആ വെള്ളത്തേക്ക് ആയി പോകൂലേന്ന്. പക്ഷെ എനിക്കത് ഞാൻ അങ്ങനെ എടുത്തെടുത്ത് ശീലമായതുകൊണ്ട് എനിക്കങ്ങനെ വലിയ ഒരു കുഴപ്പമില്ലാണ്ടൊക്കെ അങ്ങോട്ട് കിട്ടലുണ്ട് കേട്ടോ. അപ്പം എന്താണ് ആ ഒരു ബാക്കിയുള്ളതൊക്കെ ഒന്ന് വേവിച്ച് അപ്പുറത്തുനിന്ന് അങ്ങനെ വേവുണ്ട്. അതിൻ്റെ ഇടയിലൊക്കെ ഓരോരുത്തരാ വന്ന് ചായയൊക്കെ കുടിക്കുന്നുണ്ട്. പിന്നെ കുട്ടികൾ രണ്ടാളും കുറച്ച് വരാൻ നേരം വൈകും. ഇക്ക ചായയൊക്കെ കുടിച്ചോളുണ്ട്. അതിൻ്റെ ഇടയിൽ നിന്ന് അങ്ങനെ കുടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം മറ്റോനും അവിടുന്ന് ഓനക്ക് വേണ്ടതൊക്കെ ഓനും കഴിക്കുന്നുണ്ട്. അപ്പം ഞാൻ തീയൊക്കെ ഒന്ന് കത്തിച്ചിട്ട് ചോറിനുള്ള വെള്ളം ഒന്ന് വെക്കുകയാണ്. അപ്പോൾ അന്ന് ആർക്കും തിരക്ക് പിടിച്ച് അങ്ങനെ പോകാനൊന്നും ഇല്ലാത്തതും കൊണ്ട് നേരത്തെ തന്നെ വെള്ളം വെക്കുക, കുളിക്കാനുള്ള വെള്ളമൊന്നും അടുപ്പത്താക്കിയിട്ടൊന്നും ഇല്ലേനു. ഞാൻ വേഗം തീ കത്തിച്ച് ചോറിനുള്ള വെള്ളം അങ്ങോട്ട് വെച്ചിട്ടുണ്ടേനി. അപ്പോൾ അതും അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് ആയിക്കോളുമല്ലോ. എന്നിട്ട് പിന്നെ ഒരു ഗ്യാപ്പ് കിട്ടിയ സമയത്ത് ബീൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചോറിന് സാമ്പാറും വെക്കാം, ആ ഒരു ബീൻസ് ഉപ്പേരിയും കൂടെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് അതും ഒന്ന് അതിൻ്റെ ഇടയിലൊന്ന് മുറിച്ച് വെച്ചിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അതും മുറിച്ച് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിന്. ഇപ്പോൾ എൻ്റെ ചായ കൂടിയൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് പിന്നെ അതും ഒന്ന് അടുപ്പത്താക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അടുപ്പിൻ്റെ അടുത്ത പണികളൊക്കെ തന്നെ വേഗം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ് ബാക്കി അടിച്ചു വാരുക, തുടക്കുക അങ്ങനത്തെ ഒക്കെ പണികൾ അങ്ങോട്ട് എടുത്താൽ മതിയല്ലോ. അപ്പോൾ ഞാനിതാട്ടോ ചായയൊക്കെ ഒന്ന് കുടിച്ച് എണീച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള എല്ലാവരും ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ തന്നെയാണ് കുടിക്കാൻ ബാക്കിയുള്ളത്. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞ നമ്മളെ സാമ്പാറും കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിച്ച് ഓഫൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിസിലൊക്കെ കളഞ്ഞു. ഇപ്പോൾ ഞാനതൊന്ന് വറവിട്ടെടുക്കട്ടെ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണയൊക്കെ കുറച്ചാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളൂ. എന്താ പറഞ്ഞാൽ വെളിച്ചെണ്ണൻ്റെ ഇപ്പോഴത്തെ വിലയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് കുറച്ച് പിശുക്കിയിട്ടില്ലെങ്കിലേ ശരിയാവില്ല. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് അതൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോൾ കടുക് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ കുറച്ച് മുളകും പൊടിയും മല്ലിപ്പൊടി, സാമ്പാർ പൊടി, ഇത്രയും പൊടികളാണ് ചേർത്തിട്ടുള്ളത്. നമ്മളങ്ങനെ വലിയ സെറ്റപ്പായിട്ടുള്ള സാമ്പാറൊന്നുമില്ല കേട്ടോ. ഒരു സാധാരണമായിട്ടുള്ളൊരു തട്ടിക്കൂട്ട് സാമ്പാറാണ്. അപ്പം അതൊന്ന് പൊടികളൊക്കെ ഒന്ന് കരിയാതെ ഒന്ന് നല്ലോണം മൂപ്പിച്ചെടുത്ത് പിന്നെ നമ്മളെ കഷ്ണങ്ങളും കൂടെ അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുത്താൽ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഞാനത് അപ്പുറത്തെ അടുപ്പിലേക്കൊന്ന് തിളച്ചാൽ മതിയല്ലോ, വേറെ വേവാനും ഒന്നുമില്ലല്ലോ. അതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് അത് അപ്പുറത്തെ അടുപ്പിലേക്ക് വെച്ചാണ്. ഇനി ഇപ്പുറത്തുനിന്ന് വേഗം ഒന്ന് നമ്മളെ ബീൻസ് ഒന്ന് ഉപ്പേരി ആക്കാൻ വേണ്ടിയിട്ട് അതും ഒന്ന് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് പിന്നെ ആ ബീൻസിലേക്ക് തന്നെ ഉള്ളിയും പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അങ്ങോട്ട് ചേർത്ത് ഒന്ന് മൂടി അവിടെ വെച്ചാൽ അതും അവിടെ വെന്ത് കിട്ടിക്കോളും. ഇനിയിപ്പോൾ ഏകദേശം ഒന്ന് വെന്ത് വരുമ്പോൾ ഞാൻ കുറച്ച് തേങ്ങയും കൂടെ ഒന്ന് ചിരണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പേരിയിൽ തേങ്ങ ഇടുന്നത് നല്ല ടേസ്റ്റാണല്ലോ, ഉപ്പേരിയിൽ തേങ്ങ ഇടുന്നത്. പിന്നെ ഇതിനായിട്ട് ഞാൻ ചിലപ്പോൾ പൊട്ടിക്കുകയൊന്നുമില്ല കേട്ടോ. വേറെ എന്തെങ്കിലും ഒന്ന് കാണാതെ തേങ്ങ ഫ്രിഡ്ജൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ വെച്ചാൽ നാശമാവൊന്നുമില്ല. ഇതല്ലാതെ വെറുതെ ഒരു ഇത്തിരി എടുക്കാൻ വേണ്ടിയിട്ടൊന്നും പൊട്ടിക്കൂല. ഇത് ഇന്നലെ മിഞ്ഞാന്നിട്ട് എന്തിനോ കറിക്ക് പൊട്ടിച്ചിട്ട് ബാക്കി കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊന്ന് ചിരണ്ടിയിട്ട് ആ ഉപ്പേരിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും അവിടെ ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. നമ്മളെ കറി അവിടെ റെഡി ആയിട്ടുണ്ട്.
ഇനിയിപ്പോൾ ഇതാ പൊരൻ്റെ കോലം ഒന്നും പറയണ്ട കേട്ടോ. ചോറ്, കറി, ഉപ്പേരി കാര്യങ്ങളൊക്കെ ആയണം. ഇനി നമ്മളെ ബാക്കിയുള്ള കലാപരിപാടികളാണ് എടുക്കാനുള്ളത്. നല്ലൊരു കാലാവസ്ഥയൊക്കെ നല്ല അനുയോജ്യമായിട്ട് തന്നെയാണ് ഉള്ളത്. നല്ല വെയിലും വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ട് എന്തായാലും. ഇനിയിപ്പോൾ ഞാൻ വേഗം എൻ്റെ പണികളൊക്കെ ഒന്ന് അങ്ങോട്ട് തീർക്കട്ടെ. അടിച്ചു വാരലും തുടക്കലും പാത്രം കഴുകുക, വെള്ളം പിടിക്കുക, അങ്ങനത്തെ ഒക്കെ ബാക്കി പണികളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചട്ടപടേന്ന് തീർത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒന്നും ഞാൻ അങ്ങനെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇനി കേട്ടോ. നമുക്കിപ്പം എല്ലാം ഒന്നും എടുക്കൽ നടക്കൂലല്ലോ. അപ്പം അതൊക്കെ അങ്ങോട്ട് തീർത്തിട്ടുണ്ടായിരുന്നു. അലക്കലും എല്ലാം കഴിഞ്ഞു. അപ്പോൾ അതെൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നിച്ചുമോൾ ഇതവിടെ കുറച്ച് ജ്യൂസ് കക്കിരി ഉണ്ടായിരുന്നു. അപ്പോൾ അതോട് ജ്യൂസൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അതും കൂടെ ഒന്ന് കുടിച്ച് ചോറും വെച്ചാൽ റാഹത്തായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ തുടർന്നൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും. അതുപോലെ തന്നെ പോണ വഴിക്ക് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളെ കമൻറ്റും ഒന്ന് അറിയിക്കാൻ മറക്കരുതേ. നാസിമോൻ ഇതാ എൻ്റെ അടുത്ത് ഞാൻ ചോറ് വയ്ക്കാൻ നോക്കണമൊക്കെ നോക്കിയിട്ട് അവിടെ കാത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. ഓനക്ക് നൂൽപുട്ട് വേണമെന്ന് പറഞ്ഞിട്ടാണ് ആ നിൽക്കുന്നത്. അപ്പം ബൈ.